ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി വീണ്ടും കേന്ദ്ര വാണിജ്യമന്ത്രി. ഇന്ത്യ US സഹകരണത്തിലെ സുവർണ അധ്യായമാണ് വ്യാപാര കരാറെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നികുതിയെന്നും കർഷക താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുവെന്നും പീയൂഷ് ഗോയൽ വിശദീകരിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ വാണിജ്യമന്ത്രി കൃത്യമായ മറുപടി പക്ഷേ നൽകിയില്ല. വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുമെന്നായിരുന്നു പ്രതികരണം. इस उद्देश्य के साथ के भारत और यूनाइटेड स्टेट्स के बीच $500 बिलियन का द्विपक्षीय व्यापार हर वर्ष होना चाहिए। उस लक्ष्य को हासिल करने के लिए आज का दिन स्वर्णिम अक्षरों में लिखा जाएगा। पूरे देश में खुशी की लहर है। देश के हर क्षेत्र में बहुत ही उत्साह है भविष्य को लेकर। കരാർ വ്യവസ്ഥകൾ വിശദീകരിച്ച് ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവന അതിനിടെ പുറത്തിറക്കി. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്ത എന്നായിരുന്നു കരാറിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാറെന്ന് കോൺഗ്രസിന്റെ വിമർശനമുണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകൊടുക്കലാണ് മോദി ചെയ്തതെന്ന് ജോൺ ബ്രിട്ടാസ് MP കുറ്റപ്പെടുത്തി. പീയൂഷ് ഗോയല് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃത്യമായി ഖണ്ഡിക്കുന്ന രീതിയിലുള്ള സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ സ്ഥിരീകരിച്ചുകൊണ്ട് അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റുകൊടുക്കലായിട്ട് വേണം ഈ US വ്യാപാര കരാറിനെ കാണാൻ വേണ്ടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ചരിത്രത്തിൽ മറ്റ് പല രീതികളിലും ഈ കരാർ ഇടം പിടിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആദ്യം ഒരു ഉഭയകക്ഷി കരാറാണ്, പക്ഷേ അതിൽ ആദ്യം ഒരു പ്രതികരണം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. അതും സമൂഹ മാധ്യമങ്ങളിൽ കൂടി അറിയിക്കുന്നു. പിന്നെ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ് വരുന്നു. അതിന് പിന്നാലെയാണ് ഒരു സംയുക്ത പ്രസ്താവന പിന്നീടുണ്ടാകുമെന്ന് അറിയിക്കുന്നത്. അതൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയാണ്. ഈ വ്യവസ്ഥകൾ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ബൽറാം. പ്രജിൻ, ഒട്ടേറെ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ച ഒന്നാണ് ഇന്ത്യ US കരാർ എന്നുള്ളത്. ഈ വ്യാപാര കരാറിനെതിരെ ഉയർന്ന ഈ ആശങ്കകളെയും വിമർശനങ്ങളെയും പാടെ തള്ളിക്കൊണ്ടാണ് സുദീർഘമായ ഒരു വാർത്താ സമ്മേളനം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വിളിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും കാർഷിക മേഖലയിൽ നിന്നും ഉയർന്ന ആശങ്ക എന്നുള്ളത് കാർഷികോൽപ്പന്നങ്ങൾക്കും പാലുൽപ്പന്നങ്ങളും മറ്റും ഇന്ത്യയിലേക്ക് എത്തുമോ തീരുവ ഒഴിവാക്കിക്കൊണ്ട് എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെ പുറത്തു വന്ന സംയുക്ത പ്രസ്താവനയിലും ചില കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് US നിന്നും ഇറക്കുമതി ചെയ്യപ്പെടും എന്നുള്ളത് പരാമർശം ഉണ്ടായിരുന്നു. എന്നാൽ കാർഷിക മേഖലയെയും ഒപ്പം തന്നെ ക്ഷീരമേഖലയെയും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കരാർ എന്നും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഒന്നും തന്നെ തീരുവ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തില്ല എന്നുമാണ് മന്ത്രി പീയൂഷ് ഗോയൽ വിശദീകരിച്ചത്. അതേസമയം ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം സുവർണ ലിപികളാൽ എഴുതുന്ന ദിനം എന്നാണ് കേന്ദ്രമന്ത്രി ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ, ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ചായ, കാപ്പി, കൊപ്ര, വെളിച്ചെണ്ണ, അടയ്ക്ക, കശുവണ്ടി, പഴം, പേരയ്ക്ക, മാങ്ങ, കൈതച്ചക്ക, കൊക്കോ അടക്കമുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് US വിപണിയിൽ തീരുവ ഒഴിവാക്കി ലഭിക്കും. വിമാനഭാഗങ്ങൾ, യന്ത്രഭാഗങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, രത്നങ്ങൾ, പ്ലാറ്റിനം, കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെയുള്ള നിരവധി വസ്തുക്കൾക്ക് ഇത്തരത്തിൽ തീരുവ ഇളവ് US ലഭിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും മുന്നിൽ വലിയ അവസരങ്ങളാണ് തുറന്നു കിട്ടുന്നത് എന്നും അതേസമയം ഇന്ത്യയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ $26 മില്യൺ വിൽപ്പന അല്ലെങ്കിൽ വ്യവസായം നടന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇന്ത്യയിലേക്ക് തീരുവ ഇളവ് നൽകിയിരിക്കുന്നത് എന്നുമാണ് കേന്ദ്രമന്ത്രി വിശദീകരിച്ചത്. പാലുൽപ്പന്നങ്ങൾ, സോയാബീൻ, മാംസം, അരി, പഞ്ചസാര, ഗോതമ്പ്, ബാജ്ര, റാഗി, ജോവർ തുടങ്ങിയ വസ്തുക്കളൊന്നും തന്നെ ഇന്ത്യയിൽ ഇറക്കുമതി ഇളവ് US ഉൽപ്പന്നങ്ങൾക്ക് നൽകില്ല എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു കരാർ എന്നും ഇന്ത്യയുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച US നന്ദി പറയുകയും ചെയ്തു മന്ത്രി. അതേസമയം
എന്നാൽ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടി പറയാൻ വാണിജ്യ വ്യവസായ മന്ത്രിക്കും കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയമാകും വിശദീകരിക്കുക എന്ന മറുപടി മാത്രമാണ് മന്ത്രി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വിശദീകരിച്ചത് വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇന്ത്യയും വെനിസ്വേലയും തമ്മിൽ എണ്ണ ഇറക്കുമതിക്കായി കരാറുണ്ട് എന്നും പിന്നീട് ഉപരോധത്തെ തുടർന്നാണ് അത് നിർത്തലാക്കിയത് എന്നും ഇന്ത്യയുടെ ഊർജ്ജ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികൾ ആയിരിക്കും ഉണ്ടാവുക എന്നുമുള്ള വിശദീകരണമായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇനി പുതിയ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് വിദേശകാര്യ മന്ത്രാലയമാണ് എന്ന് തന്നെയാണ് വാണിജ്യ വ്യവസായ മന്ത്രിയും വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.